السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 127 അഹ്വാലു മുതഅല്ലിഖാത്തുൽ ഫിഅൽ 11 പേജ് 176. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വഇമ്മാലി ദിആയത്തി അലൽ ഫാസിലത്തി. മഫ്ഊലിനെ കളയുന്നത് ഒന്നിരിക്കൽ ഫാസിലത്തിന്റെ മേൽ സൂക്ഷ്മത കാണിച്ചതിന് വേണ്ടിയിട്ടാണ്. ഫാസിലത്ത് എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ റഇസുകൾ, ഓരോ അവസാന ഭാഗം തമ്മിൽ മുനാസബത്തുണ്ടാകാൻ വേണ്ടി മഫ്ഊലിനെ കളയും. റുഊസുൽ ആയത്ത്, റുഊസുൽ ആയത്തിന്റെ റഇസുകൾ, അതാണ് ഫാസിലത്ത്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗല് പോലെ, വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ഐ മാ ഖലാക എന്ന് എന്ന മഫ്ഊലിനെ കളഞ്ഞു. അതെന്തിനാണത്? വല്ളുഹാ സജാ ഖലാ, അവിടെ മുനാസബത്തുണ്ടാവാൻ വേണ്ടി. ആയത്തിന്റെ അവസാന ഭാഗങ്ങളെല്ലാം ഒരു രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് മഫ്ഊലിനെ കളഞ്ഞത്. അതിന്റെ പുറമെ ഹുസൂലുൽ ഇഖ്തിസാരി അയ്ദൻ ലാഹിറുൻ, ഈ ആയത്തിൽ ഇഖ്തിസാർ ഹാസിലാവൽ അയ്ദൻ വീണ്ടും, അതായത് ഫാസിലത്തിന് മുറാഅത്ത് ചെയ്യുന്നതിന്റെ പുറമെ ഇഖ്തിസാറിന്റെ ഹുസൂല് അയ്ദൻ വീണ്ടും ലാഹിറാണ്. അതായത് സാഹിബുൽ കശാഫ് ഈ ആയത്ത് ഇഖ്തിസാറിന് വേണ്ടി മഫ്ഊലിനെ കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഖ്തിസാർ ഇവിടെ ഹാസിലാണ്. അപ്പോൾ മുസന്നിഫ് പറഞ്ഞതും സാഹിബുൽ കശാഫ് പറഞ്ഞതും തമ്മിൽ എതിരില്ല. സാഹിബുൽ കശാഫ് ഇഖ്തിസാറിന് വേണ്ടി കളഞ്ഞു, അവിടെ എന്തും ഹാസിലായിട്ടുണ്ട്. മുഹാഫളത്തും ഹാസിലായിട്ടുണ്ട്. സാഹിബുൽ കശാഫ് ഇഖ്തിസാറിന് വേണ്ടി കളഞ്ഞു എന്ന് പറഞ്ഞു. അതെ, സാഹിബുൽ കശാഫ് പറഞ്ഞത് ഇഖ്തിസാറിന് വേണ്ടി കളഞ്ഞു എന്നാണ്. അവിടെ റിആയത്തുൽ ഫാസിലത്ത് ഹാസിലായിട്ടുണ്ട്. മുസന്നിഫ് പറഞ്ഞത് റിആയത്തുൽ ഫാസിലത്തിന് വേണ്ടിയാണ് മഫ്ഊലിനെ കളഞ്ഞത്, അവിടെ ഇഖ്തിസാറും ഹാസിലായിട്ടുണ്ട്. വഇമ്മാ ലിസ്തിഹ്ജാനി ദിക്രിഹി ഐ ദിക്രിൽ മഫ്ഊലി, ഒന്നിരിക്കൽ മഫ്ഊലിനെ പറയുന്നത് കൊണ്ട് പറയൽ എന്താണ്? മോശമായതിനു വേണ്ടി. കഖൗലി ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നവരുടെ ഖൗല് പോലെ, മാ റഅയ്തു മിൻഹു ഐ മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. വലാ റആ മിന്നി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ നിന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനേന്ന് ആയിഷ ബീവി പറഞ്ഞില്ല. യൽ ഔറത്ത, അത് വ്യക്തമാക്കൽ എന്താണ്? ഒരു ഇസ്തിഖ്ബാഹ് ഉണ്ട്, മോശമാണ്. അതുകൊണ്ടാ മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഈ തസ്രീഹ് മോശമായത് ഒന്നും അവർ പറയാറില്ല. വ ഇമ്മാലി നുക്തത്തിൻ നുഹ്റ, ഒന്നിരിക്കൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും എന്താണ് മഫ്ഊലിനെ കളയും. ക ഇഖ്ഫാഇഹി, മഫ്ഊലിനെ മറച്ചുവെക്കൽ പോലെ. അതായത് മുഖാത്തബിന്റെ അടുക്കൽ ഹാളിറായ മറ്റുള്ളവരെ തൊട്ട് മഫ്ഊലിനെ മറച്ചു വെക്കൽ പോലെ. മുഖാത്തബിനെ തൊട്ട് മറച്ചു വെക്കാൻ പറ്റൂല, കാരണം മുഖാത്തബിന് ഇത് സംഗതി മനസ്സിലാകണമല്ലോ. ആ മറച്ചു വെക്കുന്നതിന്റെ എന്തോ ഉറന്ന് ലക്ഷ്യം
മുത്തക്കല്ലിമിന് ഉണ്ടാകും. അതുകൊണ്ടാണ് മറച്ചു വെക്കുന്നത്. അതിനുവേണ്ടി മഫൂലിനെ കളയും. അവി തമക്കുനി മിനിങ്കാരിഹി, മഫൂലിനെ ഇൻകാർ ചെയ്യലിനെ തൊട്ട് സൗകര്യം ഉണ്ടാകൽ പോലെയും. മഫൂലിനെ പറഞ്ഞാൽ ഇൻകാർ ചെയ്യാൻ കഴിയൂല, അപ്പോൾ പറയാതിരിക്കുക. സംഗതി മുഖാത്തബിന് മനസ്സിലാവണം. മുഖാത്തബ് പിന്നീട് ഒരിക്കൽ ഇത് വ്യക്തമാക്കിയാൽ സയ്യിദിനെപ്പറ്റി ഫുലാൻ ബിൻ ഫുലാൻ ഇന്നത് പറഞ്ഞു എന്ന് മുഖാത്തബ് മറ്റൊരിക്കൽ വ്യക്തമാക്കുമ്പോൾ അത് മുത്തക്കല്ലിമിന് പ്രയാസം നേരിടുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് മഫൂലിനെ കളയും. മുഖാത്തബിന് മനസ്സിലാവുകയും വേണം. മുഖാത്തബിന് മനസ്സിലാകുന്നത് കൊണ്ടാണല്ലോ അവൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് മുത്തക്കല്ലിമിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് മഫൂലിനെ കളയും. എപ്പോഴാണത്? ഇൻ മസ്സത്തി ഇലൈഹി ഹാജത്ത്. ആ ഇൻകാർ ഇഖ്ഫായിലേക്കെല്ലാം ആവശ്യം വന്നാൽ, അതാണ് ഇൻ മസ്സത്തി ഇലൈഹി ഹാജത്തുൻ. പിന്നെ അത് ഇഖ്ഫായിലേക്കും ഇൻകാറിലേക്കും ആവശ്യം വന്നാൽ, ഔ തഅയ്യുനിഹി ഹഖീഖത്തൻ, അല്ലെങ്കിൽ ഹഖീഖത്തിൽ തന്നെ ഈ മഫ്ഊല് മുഅയ്യനായതിനു വേണ്ടി. മഫ്ഊലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അവിദ്ദിആൻ അല്ലെങ്കിൽ ഇദ്ദിആൻ എന്ന നിലക്ക് മുത്തക്കല്ലിമിന്റെ വാദപ്രകാരം മുഅയ്യനാണ്. ഹഖീഖത്തിൽ മുഅയ്യനല്ലെങ്കിലും മുത്തക്കല്ലിമിന്റെ അടുക്കൽ അവന്റെ വാദപ്രകാരം അത് മുഅയ്യനാണ്. ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ ഇതുപോലത്തെ പല ആവശ്യത്തിനു വേണ്ടിയും മഫ്ഊലിനെ കളയും. പിന്നെ വതഖ്ദീമു മഫ്ഊലിഹി ഐ മഫ്ഊലിൽ ഫിഇലി, ഫിഇലിന്റെ മഫ്ഊലിനെ മുന്തിക്കൽ. വനഹ്വിഹി, മഫ്ഊല് പോലത്തതിനെയും മുന്തിക്കൽ. പിന്തിക്കലാണ് അസ്ല്, അല്ലേ? വല്ലസ്ലു ഫിൽ ഫാഇലി അൻ യത്തസില, വല്ലസ്ലു ഫിൽ മഫ്ഊലി അൻ യൻഫസില. وقد يجاء بخلاف الأصل وقد يجي المفعول قبل الفعل. ഉണ്ടോ? ചിലപ്പോൾ മഫ്ഊല് ഫിഇലിന്റെ മുമ്പും വരും. ഫാഇലിലുള്ള അസ്ൽ എന്താണ്? ഫിഇലിന്റെ തൊട്ട് പിന്നാലെ വരലാണ്. വല്ലസ്ലു ഫിൽ ഫാഇലി അൻ യത്തസില, ഫിഇലുമായി ഇത്തിസാൽ ഉണ്ടാവലാണ്. വല്ലസ്ലു ഫിൽ മഫ്ഊലി അൻ യൻഫസില, മഫ്ഊലിലുള്ള അസ്ൽ എന്താണ്? ഫിഇലുമായി മുൻഫസിലാവലാണ്, അതായത് ഫാഇലിന്റെയും പിന്നിൽ വരലാണ്. എന്നാലോ വഖദ് യുജാഉ ബിഖിലാഫിൽ ആസിലി, ചിലപ്പോൾ അസ്ലിനെതിരെ വരാറുണ്ട്. അതായത് ഫീലിന്റെ തൊട്ടു പിന്നാലെ മഫ്ഊലും അതിന്റെ പിന്നാലെ ഫായിലും. വഖദ് യജിൽ മഫ്ഊലു ഖബ്ലൽ ഫീഇലി, ചിലപ്പോൾ മഫ്ഊല് ഫീലിന്റെ മുമ്പും വരും. അതങ്ങനെ വരാമെന്ന് നഹ്വിൽ പറഞ്ഞു. എന്തിനാണ് മഫ്ഊലിനെ മുന്തിക്കുന്നത്? അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? അതാണ് ഇൽമുൽ മആനി ചർച്ച ചെയ്യുന്നത്. വതഖ്ദീമു മഫ്ഊലിഹി ഐ മഫ്ഊലിൽ ഫിഇലി, ഫിഇലിന്റെ മഫ്ഊലിനെ മുന്തിക്കൽ. വനഹ്വിഹി ഐ നഹ്വിൽ മഫ്ഊലി, മഫ്ഊല് പോലത്തതിനെയും മുന്തിക്കൽ. അതെന്തിനാൽ? മിനൽ ജാരി വൽ മജ്റൂരി, ജാറ് മജ്റൂറിനാൽ, വൽ ളർഫി ളർഫിനാൽ, വൽ ഹാലി ഹാലിനാൽ, വമാ അശ്ബഹ ദാലിക, അതിനോട് ശബഹുള്ള മറ്റുള്ള മഅമൂലുകളാൽ, മുത്തഅല്ലിഖാത്തുകളാൽ അവകളെ മുന്തിക്കലാകുന്നത് അലൈഹി. ഇതൊക്കെ ഫീലിന്റെ മുത്തഅല്ലിഖാത്തുകളാണ്. ജാറ് മജ്റൂർ ളർഫ് ഹാല്, അതുപോലെ തന്നെ
ഒരുപാട് മുത്തഅല്ലിഖാത്തുകളുണ്ടല്ലോ. അലൈഹി ഐ അലൽ ഫിഇലി, ഫിഇലിനേക്കാൾ മുന്തിക്കൽ, ലിറദ്ദിൽ ഖത്ഇ ഫി തഅയീനി, മുഖാത്തബ് മഫ്ഊലിനെ നിർണയിച്ചതിലുള്ള പിഴവിനെ മുത്തക്കല്ലിമ് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഫ്ഊലിനെ മുഖാത്തബ് നിർണയിച്ചു, അതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി മഫ്ഊലിനെ മുന്തിക്കും. അതായത് ഇഖ്തിസാസിന് വേണ്ടി എന്നർത്ഥം. കൗലിക്ക, നിന്റെ കൗല് പോലെ, സൈദൻ അറഫ്തു, സൈദിനെ മാത്രം ഞാൻ മനസ്സിലാക്കി എന്ന് പറയും. ആരോട്? ലിമൻ, ഒരാളോട്. ഇഅ്തഖദ, ആ ആള്, അതായത് മുഖാത്തബ്, ഒരു മുഖാത്തബ് അല്ലെങ്കിൽ സാമിഈ. ഇഅ്തഖദ, അവൻ വിശ്വസിച്ചു, അന്നക്ക, നീ എന്ന് പറഞ്ഞാൽ നീ മുത്തക്കല്ലിമ്, അറഫ്ത, നീ മനസ്സിലാക്കി, ഇൻസാനൻ, ഒരു ഇൻസാനിനെ മനസ്സിലാക്കി, വഅസാബ, ആ മുഖാത്തബ്, ആ മണ്ണിലേക്കാണ് ലമീർ മടങ്ങുന്നത്. അവൻ സവാബിലെത്തിച്ചു. ഫീദാലിക്ക, നീ ഒരു ഇൻസാനിനെ മനസ്സിലാക്കി എന്ന് അവൻ വിശ്വസിച്ചതിൽ, നീ ഒരു ഇൻസാനിനെ മനസ്സിലാക്കി എന്ന് അവൻ വിശ്വസിച്ചതിൽ അവൻ സവാബിനെ എത്തിച്ചു. സംഗതി സയ്യിദായാലും അമ്രായാലും ഇൻസാൻ തന്നെയാണ്. പക്ഷേ വഅ്തഖദ, അവൻ വിശ്വസിച്ചു, അന്നഹു, നീ മനസ്സിലാക്കിയതായ ആള് ഗൈറു സയ്യിദിൻ, സയ്യിദല്ലാത്തവനാണെന്ന് വിശ്വസിച്ചു. വഅഖ്തഅ ഫീഹി, ആ വിശ്വാസത്തിൽ അവനക്ക് പിഴവ് സംഭവിച്ചു. അപ്പൊ എന്തായി? യഥാർത്ഥത്തിൽ മുത്തക്കല്ലിമ് മനസ്സിലാക്കിയത് സയ്യിദിനെയാണ്. മുഖാത്തബ് എന്ത് മനസ്സിലാക്കി? എന്താ വിശ്വസിച്ചത്? മുഖാത്തബ് വിശ്വസിച്ചു, ഈ മുത്തക്കല്ലിമ് മനസ്സിലാക്കിയത് സയ്യിദല്ലാത്ത ആളെയാണ്. സയ്യിദല്ലാത്ത ആള്, ഇത് ഖസ്ർ ഇദാഫി ആവുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്രിനെയാണ് മുത്തക്കല്ലിമ് മനസ്സിലാക്കിയത് എന്ന് വിശ്വസിച്ചു. ആര്? മുഖാത്തബ്. അത് ഖസ്ർ ഇദാഫി ആവുമ്പോൾ. അല്ലെങ്കിൽ സയ്യിദല്ലാത്ത എല്ലാവരെയുമാണ് മനസ്സിലാക്കിയത്. അത് ഖസ്ർ ഹഖീഖി ആവുമ്പോൾ. ഖസ്ർ ഹഖീഖി ഉണ്ടാകാൻ അടുത്താവൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സയ്യിദല്ലാത്ത എല്ലാവരെയും മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ആദത്തിൽ മുഹാലാണല്ലോ. അപ്പോൾ ഏതോ ആവട്ടെ, സയ്യിദല്ലാത്ത ആളെ മനസ്സിലാക്കി എന്ന് വിശ്വസിച്ചു മുഖാത്തബ്. ആ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ച് അവനോട് പറയാ, സയ്യിദൻ അറഫ്തു, ഞാൻ മനസ്സിലാക്കിയത് സയ്യിദിനെ മാത്രമാണ്, നീ മനസ്സിലാക്കിയതുപോലെ അമ്രിനെ അല്ല. സയ്യിദിനെ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്, അമ്രിനെ അല്ല. ഖസ്ർ ഇദാഫി ആവുമ്പോൾ. ഹഖീഖിയാവുമ്പോൾ സയ്യിദിനെ മാത്രമാണ് മനസ്സിലാക്കിയത്, സയ്യിദല്ലാത്ത ആരെയും അല്ല. അപ്പോൾ ഇവിടെ ഖസ്ർ കൽബായി. ഇത് ഖസ്ർ കൽബിന്റെ ഉദാഹരണമാണ്. കാരണം നിർണയത്തിൽ പിഴവാണ്. സയ്യിദിനെ മനസ്സിലാക്കിയതോടൊത്ത് അമ്രിനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് മുഖാത്തബ് അവന്റെ എഴുത്തിക്കാതെ എങ്ങനെയാണ്. അപ്പൊ നേരെ മറിച്ചാണ് സംഭവം. അതുകൊണ്ട് ഖസ്ർ കൽബിന്റെ ഉദാഹരണമാണിത്. തൊക്കൂലി, നീ പറഞ്ഞോലി, തൈക്കീദിഹി, ഐ തൈക്കീദി ഹാദർ റദ്ദി, ഈ റദ്ദിനെ തൈക്കീദ് ചെയ്യാൻ വേണ്ടി നീ പറഞ്ഞോ. അതായത് ഖസ്ർ കൽബിനെ സയ്യിദൻ അറഫ്തു ലാ ഗൈറഹു എന്ന് പറഞ്ഞു. സയ്യിദിനെ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്, ലാ ഗൈറഹു, സയ്യിദല്ലാത്ത ആളെ അല്ല. അപ്പൊ അമ്രിനെ അല്ല എന്ന് മനസ്സിലായല്ലോ. ഖസ്ർ ഇദാഫി ആവുമ്പോൾ. ഖസ്ർ ഹഖീഖി ആവുമ്പോൾ അമ്രല്ലാത്ത സയ്യിദല്ലാത്ത ആരെയും അല്ല. ഇത് തൈക്കീദാവും. തൈക്കീദാകാനുള്ള കാരണം ലാ ഗൈറഹു എന്നതിന്റെ മന്തൂഖ്
സൈദൻ അറഫ്തു എന്നതിന്റെ മഫ്ഹൂമിനോട് മുവാഫഖത്തുണ്ട് എന്നാ. സൈദൻ അറഫ്തു എന്നതിന്റെ മഫ്ഹൂമിനോട് എന്ത് മുവാഫഖത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അത് മുഅക്കിദായത്, തഅക്കീദ് ചെയ്യുന്നതായത്. പിന്നെ മഫൂലിനെ മുന്തിച്ചാൽ അവിടെ ഇഖ്തിസാസ് ഉണ്ടോ ഇല്ലേ എന്നെല്ലാം ചർച്ച എന്തുണ്ട്, ജമ്മുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട്. ജമ്മുൽ ജവാമി 1-ാം ജുസ് 261 പേജ് നോക്കിയാൽ അവിടെ അതെല്ലാം മനസ്സിലാകും. അതെ, കാരണം അവിടെ ജമ്മുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട് ഫതഖ്ദീമുൽ മഅ്മൂലി, മഅ്മൂലിനെ മുന്തിക്കൽ. ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞു, തഖ്ദീമു മഫ്ഊലിഹി വനഹ്വിഹി എന്ന് പറഞ്ഞല്ലോ. വനഹ്വിഹി എന്ന് പറയുമ്പോൾ മഅ്മൂലിനെ മുന്തിക്കൽ ലിദഅവൽ ബയാനിയീന, ബയാനിക്കാരുടെ വാദത്തിന് വേണ്ടി ഇഫാദത്തുൽ ഇഖ്തിസാസാണ്. ഈ തഖ്ദീമുൽ മഫ്ഊല് ഇഖ്തിസാസിനെ ഫായിദ വെപ്പിക്കുമെന്ന് ബയാനിയീങ്ങളുടെ വാദമാണ്. അതുകൊണ്ട് മഫ്ഹൂമു മുഖാലഫയിൽ നിന്ന് ഏറ്റവും ചെറുതാണെന്ത്, തഖ്ദീമുൽ മഅ്മൂൽ. ഉസൂലിയീങ്ങൾ അത് സമ്മതിക്കുന്നില്ല. മഅ്മൂലിനെ മുന്തിച്ചാൽ ഈ റദ്ദുൽ ഖത്ഇനെ ആര് സമ്മതിക്കുന്നില്ല? ഉസൂലിയീങ്ങൾ സമ്മതിക്കുന്നില്ല. അത് ബയാനിക്കാരുടെ വാദമാണ്. പിന്നെ ഇഖ്തിസാസും ഹസ്റും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്ന ചർച്ചയും ജമ്മുൽ ജവാമി 1-ാം ജുസ് 260, 261 നോക്കിയാൽ മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അഫലാ ഗൈറഹു സൈദൻ അറഫ്തു എന്നതിന്റെ മഫ്ഹൂമിനോട് മുവാഫഖത്തുണ്ട്, ലാ ഗൈറഹുവിന്റെ മന്തൂഖ് എന്ന് പറഞ്ഞല്ലോ. സൈദൻ അറഫ്തു എന്നതിന് മഫ്ഹൂമുണ്ട് എന്ന ദഅവ ബയാനിക്കാരുടെ ദഅവയാണ്. അത് ആ മഫ്ഹൂം പറഞ്ഞപ്പോൾ ജമ്മുൽ ജവാമി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. 1-ാം ജുസ് 260, 261 പേജ് മുത്താല ചെയ്യുക. മഫ്ഹൂമു മുഖാലഫന്റെ ആ ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ മുസന്നിഫ് ഇവിടെ കസ്ർ കൽബിനെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ഇനി ശാരി പറയുന്നു, ചിലപ്പോൾ മഫ്ഊലിനെ മുന്തിക്കലാകും ലി റദ്ദിൽ ഖത്ഇ ഫിൽ ഇഷ്തിറാക്കി, ഇഷ്തിറാക്കിലുള്ള ഖത്ഇനെ റദ്ദ് ചെയ്യാൻ വേണ്ടി. മുഖാത്തബ് എന്തായി? അവന്റെ ഇഅ്തിഖാദിൽ ഇഷ്തിറാക്കിനെ വിശ്വസിച്ചു. ഈ ഉദാഹരണം തന്നെ എടുക്കാം, കൗലിക്കാനിന്റെ വാക്കുപോലെ. അപ്പോ ഒക്കതിയക്കൂനു ചിലപ്പോൾ ഈ തഖ്ദീമുൽ മഫ്ഊല് വനഹിവിഹി, മഫ്ഊല് പോലത്തതിനെ മുന്തിക്കലാകും ലി റദ്ദിൽ ഖത്ഇ ഫിൽ ഇഷ്തിറാക്കി, ഇഷ്തിറാക്കിലുള്ള ഖത്ഇനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാകും. കൗലിക്കാനിന്റെ വാക്കുപോലെ സൈദൻ അറഫ്തു, സൈദിനെ മാത്രം ഞാൻ മനസ്സിലാക്കി. ലിമൻ, ഒരാളോട്. എഴുത്തക്കഥ ഒരു മുഖാത്തബിനോട്. എഴുത്തക്കഥ അവൻ മനസ്സിലാക്കി എന്ത്? അന്നക്ക നീ എന്ന് പറഞ്ഞാൽ ഈ മുത്തക്കല്ലിമ് സൈദൻ അറഫ്തു എന്ന് പറഞ്ഞ മുത്തക്കല്ലിമിനെ പറ്റിയാണ് അന്നക്ക എന്ന് പറയുന്നത്. നീ അറഫ്ത സൈദൻ വ അമ്രൻ, സൈദിനെ അമ്രിനെയും മനസ്സിലാക്കി എന്ന് വിശ്വസിച്ച ഒരാളോട് സൈദൻ അറഫ്തു, സൈദിനെ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്, അമ്ര അതിൽ കൂറില്ല. അപ്പൊ കസ്ർ ഇഫ്രാദിൽ എന്തുണ്ടാവും? മഫൂലിനെ മുന്തിക്കും കസ്ർ ഇഫ്രാദിന് വേണ്ടിയിട്ടും. അപ്പൊ കസ്ർ ഇഫ്രാദിലുള്ള ഖത്ഇനെ റദ്ദ് ചെയ്യാനും കസ്ർ കൽബിലുള്ള ഖത്ഇനെ റദ്ദ് ചെയ്യാനും മഫൂലിനെ മുന്തിക്കും എന്ന് ചുരുക്കം.
കസറ് കൽബിലുള്ള ഖത്തയിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി മുന്തിക്കും എന്ന് മാത്രമാണ് മുസന്നിഫ് പറഞ്ഞത്. ഷാരിഹ് കസറ് ഇഫ്രാദിലുള്ള ഖത്തയിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി മുന്തിക്കും എന്ന് ഷാരിഹ് പറഞ്ഞു. ഇനി രണ്ടാളും പറയാത്ത ഒന്നുണ്ട്, കസറ് തഅ്യീന്. അത് മുസന്നിഫും പറഞ്ഞിട്ടില്ല, ഷാരിഹും പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്ക്, വതഖൂലു ലിതൈകീദിഹി, ഈ ഇസ്തിറാക്കിലുള്ള ഖത്തയിനെ റദ്ദ് ചെയ്യലിനെ തൈക്കീദ് ചെയ്യാൻ വേണ്ടി നീ പറഞ്ഞോ. വതഖൂലു, നീ പറഞ്ഞു, ലിതൈകീദിഹി, ഇസ്തിറാക്കിലുള്ള ഖത്തയിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി തൈക്കീദ് റദ്ദ് ചെയ്യുന്നതിനുള്ള തൈക്കീദിന് വേണ്ടി നീ പറഞ്ഞോ. സൈദൻ അറഫ്തു വഹിദഹു എന്ന് പറഞ്ഞോ. സൈദിനെ മാത്രം ഞാൻ മനസ്സിലാക്കി, വഹിദഹു, അവൻ തന്നെ ഒറ്റക്കായ നിലയിൽ. അതായത് അമ്രു കൂറില്ല. ഇതൊന്നുകൊണ്ട് തൈക്കീതായി? കാരണം സൈദൻ അറഫ്തുവിന്റെ മന്തൂക്ക് ഇവിടെ എന്താണ്? സൈദിനെ മാത്രമാണ് എന്നാണ്. അതായത് അമ്രു കൂറില്ല, സൈദിനെ ഒറ്റക്ക് എന്നാ ഇവിടുത്തെ മന്തൂക്ക്. കാരണം കസറ് ഇഫ്രാദാണ് ഇവിടെ. അപ്പോൾ സൈദൻ അറഫ്തു എന്നതിന്റെ മന്തൂക്ക് അല്ല, വഹിദഹു എന്നതിന്റെ മന്തൂക്ക്. വഹിദ എന്ന ഒറ്റക്ക് എന്നാണല്ലോ, അവൻ തന്നെ ഒറ്റക്കായ നിലയിൽ. ഈ വഹിദഹുവിന്റെ മന്തൂക്ക് സൈദൻ അറഫ്തു എന്നതിന്റെ മഫ്ഹൂമിനോട് മുവാഫഖത്തുണ്ട്. സൈദൻ അറഫ്തുവിന്റെ മന്തൂക്കല്ല, വഹിദഹു എന്ന ലഫ്ളിന്റെ മന്തൂക്ക്. സൈദൻ അറഫ്തു എന്നതിന്റെ മഫ്ഹൂമിനോട് എന്തുണ്ട്? മുവാഫഖത്തുണ്ട്. സൈദൻ അറഫ്തുവിന്റെ മഫ്ഹൂം എന്താണ്? സൈദിനെ ഒറ്റക്ക്, അമ്രു കൂറില്ല. സൈദിനെ മാത്രം ഞാൻ മനസ്സിലാക്കി, അത് മന്തൂക്കാണ്. അപ്പോ അവൻ തന്നെ ഒറ്റക്കായ നിലയിൽ എന്നുള്ളത് അതിന്റെ മഫ്ഹൂമാണ്. ആ മഫ്ഹൂമിനോട് മുവാഫഖത്തുണ്ട് വഹിദഹു എന്നതിന്റെ മന്തൂക്ക്. സൈദൻ അറഫ്തുന് മഫ്ഹൂമുണ്ടോ ഇല്ലേ എന്നുള്ളത് ജമ്മുൽ ജവാമിഇൽ ബഹസുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വക്കദാ, ഇതേ പ്രകാരം തന്നെയാണ് ഫീ നഹ്വി സൈദൻ അക്രിം വ അംറൻ ലാ തുക്രിം, സൈദിനെ മാത്രം നീ ഇക്റാം ചെയ്യുക, ബഹുമാനിക്കുക. അത് ഇൻഷായിയ ജുംലയാണ്. അതായത് ആരെയല്ല, അമ്രിനെ ഇക്റാം ചെയ്യണ്ട, കസറ് ഇളാഫിയാകുമ്പോൾ. ഇവിടെ അമ്രിനെ ഇക്റാം ചെയ്യാനാണ്, കൽപ്പന അമ്രിനെ ഇക്റാം ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയവനോട് സൈദൻ അക്രീം എന്ന് പറയുമ്പോൾ കസറ് കൽബായി. അമ്രിനെ ഇക്റാം ചെയ്യാനാണ് കൽപ്പന എന്ന് മനസ്സിലാക്കിയ മുഖാത്തബിനോട് സൈദൻ അക്രീം എന്ന് പറയുമ്പോൾ എന്തായി? ഇക്റാം ചെയ്യേണ്ടത് സൈദിനെ മാത്രമാണ്, അമ്രിനെ അല്ല. കസറ് കൽബായി. ഇനി സൈദിനെയും അമ്രിനെയും ഇക്റാം ചെയ്യണം എന്നാണ് കൽപ്പന ഉള്ളത് എന്ന് മനസ്സിലാക്കിയവനോട് സൈദൻ അക്രിം എന്ന് പറയുമ്പോൾ കസറ് ഇഫ്രാദുമായി. സൈദിനെയാണോ അമ്രയാണോ ഇക്റാം ചെയ്യേണ്ടത് സംശയമുള്ളവനോട് പറയുമ്പോൾ കസറ് തഅയ്യീനുമായി. അതുപോലെ തന്നെ ലാ തുക്രിം അമ്രൻ ലാ തുക്രിം വ അമ്രൻ ലാ തുക്രിം, അമ്രിനെ മാത്രം നീ ഇക്റാം ചെയ്യരുത്. ഇത് ആരോട് പറയുമ്പോൾ ഇക്റാം ചെയ്യരുത് എന്ന നഹ്യി സൈദിനെയാണ് എന്ന് മനസ്സിലാക്കിയവനോട് അമ്രൻ ലാ തുക്രിം, കസറ് കൽബായി. ഇനി ഇക്റാം ചെയ്യരുത് എന്ന നഹ്യി സൈദിനെയും അമ്രിനെയുമാണ് എന്ന് മനസ്സിലാക്കിയവനോട് പറയുമ്പോൾ കസറ് ഇഫ്രാദുമായി. ഇക്റാം ചെയ്യരുതെന്ന നഹ്യി അമ്രിനെയാണോ സൈദിനെയാണോ എന്ന് സംശയിക്കുന്നവനോട് പറയുമ്പോൾ കസറ് തഅയ്യീനുമായി. അമ്രൻ വ നഹിയൻ, അമ്രായ നിലയിലും നഹിയായ നിലയിലും, അതായത് ഇൻഷാഇയ ജുംലയിലും ഈ കസറ് തഅയ്യീന്, കസറ് കൽബ്, കസറ് ഇഫ്രാദൊക്കെ വരും എന്ന് ചുരുക്കം. ഫക്കാനൽ അഹ്സനു, അപ്പോ ഏറ്റവും നല്ലതായിരുന്നു
അൻ യഖൂല മുസന്നിഫ് പറയലായിരുന്നു എന്ത് ലി ഇഫാദത്തിൽ ഇഖ്തിസാസി എന്ന് പറയലായിരുന്നു നല്ലത്. ഏത് സ്ഥാനത്ത് ലി റദ്ദിൽ ഖത്തഇ ഫി തഅയീനി, അതായത് തഖ്ദീമു മഫ്ഊലിഹി ലി ഇഫാദത്തിൽ ഇഖ്തിസാസി, ഇഖ്തിസാസിനെ ഫായിദ വെപ്പിക്കാൻ വേണ്ടി എന്ന് പറയലായിരുന്നു നല്ലത്. എന്നാൽ ഖസ്ർ കൽബും ഉൾപ്പെടും, ഖസ്ർ ഇഫ്റാദും ഖസ്ർ തഅയീനും ഖബരിയ ജുംലയിലുള്ള ഖസ്റുകളും ഇൻശാഇയ ജുംലയിലുള്ള ഖസ്റുകളും എല്ലാം ഉൾപ്പെടുമായിരുന്നു. ഇതാണ് ചുരുക്കം.